ഒരു 15 വർഷം മുമ്പുള്ള കാഞ്ഞിരപ്പള്ളി ടൗൺ ഇന്ന് വികസിച്ചു എന്ന് നമ്മൾ പറയുന്നത് എത്ര കൂടുതൽ കെട്ടിടം വന്നത്, എത്ര ഷോപ്പിംഗ് മാൾ വന്നത് ഞാൻ കണക്കാക്കിയാണ്. അല്ലാതെ അവിടെ ജനത്തിന്റെ ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷ എത്ര കൂടി എന്നുള്ള ഓർത്തിട്ടല്ല. മാർക്കറ്റിലോട്ട് എത്ര കൂടുതൽ പോകാൻ എത്ര പച്ചക്കറി കട വന്നു, അല്ലെങ്കിൽ എത്ര കടയിൽ അരി കിട്ടും, എന്നുള്ള ചിന്തയാണ് നമുക്ക് വരുന്നത്. പകരം എന്തായിരുന്നു വേണ്ടിയിരുന്നത്? നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കഴിയുക എന്നുള്ളതാണ് വികസനത്തിന്റെ അടിത്തറ. പക്ഷെ ഇന്ന് പോയ നമ്മുടെ വികസനം മുഴുവൻ ഈ ഒരു കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത്. അമ്പലചുംബികളായി കെട്ടിടങ്ങൾ പണിതു, ഗ്രാമം പോലും പട്ടണമായി മാറുന്ന അവസ്ഥ. അങ്ങനെ നമ്മളൊരു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഒരു വികസന ഭ്രാന്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും വികസന ഭ്രാന്താണ്. ഈ ഭ്രാന്തുകൾ മുഴുവൻ ആരംഭിച്ചത് ഹരിത വിപ്ലവത്തോടെയായിരുന്നു. അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട്. ഇന്നിപ്പോ നമ്മൾ കണ്ട ഈ ഫോട്ടോ കണ്ട് ആരും ചിരിക്കുകയല്ല. ഒരു 10 വർഷം മുമ്പോ ഒരു പെൺകുട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആൾക്കാർ അന്തം വിട്ട് നോക്കി നിൽക്കുമായിരുന്നു. ഇന്ന് സർവ്വസാധാരണമായി നമ്മുടെ വികസനത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇന്ന് ഒരു 90 കഴിഞ്ഞ ഉമ്മ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നുണ്ട്, നമ്മൾ ഉറപ്പായിട്ട് ചിരിക്കും, അല്ലേ? അപ്പൊ 10 വർഷങ്ങൾ കഴിഞ്ഞാൽ ഇത് കണ്ടാലും നമ്മൾ ചിരിക്കില്ല. കാരണം അത് നമ്മൾ യൂഷ്വൽ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുള്ളൂ. ഈ വികസന ഭ്രാന്ത് മുഴുവൻ തുടങ്ങിയത് ഹരിത വിപ്ലവത്തോടെയാണ്. ഹരിത വിപ്ലവം എന്നുള്ള രാസവളമായിട്ടുള്ള ഒരു കൃഷി ഇത് വന്നതോടെയാണ് നമ്മുടെ ഈ വികസനത്തിന്റെ കാഴ്ചപ്പാട് മുഴുവൻ തിരിഞ്ഞത്. അതിനു മുമ്പ് ഒരു സുസ്ഥിര കൃഷി രീതി എന്നുള്ളൊരു സംസ്കാരം നമുക്ക് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷിയെ കണ്ടിരുന്ന ആ അവസ്ഥയിലായിരുന്നു. ഹരിത വിപ്ലവം വന്നപ്പോൾ രാസവളം ഇട്ടു, ഉൽപാദനം കൂടി ഇല്ലെന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ ഉൽപാദനം കൂടുതൽ താൽക്കാലികം മാത്രമായിരുന്നു. ഇനി പറഞ്ഞ ഉൽപാദനം കൂടുതലിട്ട് ഉണ്ടായിട്ടുമില്ല. കാരണം ഹരിത വിപ്ലവം വിജയമാണെന്ന് വരുത്തി തീർക്കാൻ ഗവൺമെന്റ് ആദ്യം ചെയ്ത നടപടി 1960 മുതൽ 70 വരെയാണ് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം ഇറക്കുമതി ചെയ്തത്. പക്ഷെ പ്രായമാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, അന്ന് കപ്പൽ കണക്കിന് റഷ്യന്ന് അരിക്കപ്പൽ വന്നു, അമേരിക്കയിലെ ഗോതമ്പ് കപ്പൽ വന്നു എന്ന് പത്രങ്ങളിൽ ഒരു വാർത്തയായിരുന്നു. കാരണം ആ കാലത്ത് ഹരിത വിപ്ലവം വിജയമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ധാന്യം ഇറക്കുമതി ചെയ്ത് 60 മുതൽ 75 വരെയാണ്. അപ്പം ശരിക്കും അവർ ഉദ്ദേശിച്ച ഉൽപാദനം ഹരിത വിപ്ലവത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ രാസവളം ഇട്ടതോടെ ഇതിനകത്ത് നൈട്രേറ്റ് വളങ്ങളും മറ്റും കൂടുതൽ വന്നതോടെ ചെടികൾ വാഴിച്ചുപോയി. ചെടികളുടെ രോഗപ്രതിരോധ ശേഷിയാണ് കുറഞ്ഞത്. നമ്മൾ ചോറ് മാത്രം ഉണ്ടെന്ന് അതേ അവസ്ഥ. അത് വന്നുകൊണ്ട് രോഗകീടബാധകൾ കൂടി. അപ്പൊ നമ്മൾ വിഷം അടിക്കാൻ തുടങ്ങി, രാസവിഷങ്ങൾ അടിക്കാൻ തുടങ്ങി. രാസവിഷങ്ങൾ ആദ്യം അടിച്ചത് കോണ്ടാക്ട് വിഷങ്ങളായിരുന്നു, സ്പർശന കീടനാശിനികൾ. വിഷം കീടത്തിന്റെ മേത്ത് എത്താലേ ചാവുള്ളൂ, തട്ടിയാലേ ചാവുള്ളൂ. അത് പോയിട്ട് അത് ഏക്കാതെ വന്ന് കുറച്ച് കഴിയും. കാരണം സൂപ്പർ കീടങ്ങളായപ്പോൾ നമ്മൾ വിഷത്തിന്റെ വീര്യം മാറ്റി സ്പർശന കീടനാശിനിക്ക് പകരം അന്തർവ്യാപന ശേഷിയുള്ള വിഷങ്ങളാണ് പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. സിസ്റ്റമിക് പോയിസൺ. വിഷമടിച്ചാൽ ചെടി വിഷം വലിച്ചെടുക്കുന്നു, ആ ചെടിയുടെ നീര് കുടിക്കുന്ന ജീവിച്ചാകുന്നു. അതൊരു പ്രാണി കൊണ്ട് മാത്രം തീരുകയല്ല, നമ്മളും ചാകുകയാണ്. പ്രാണി ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ചേർത്തു, നമ്മൾ പതുക്കെ ചേർന്നൊരു വ്യത്യാസമുള്ളൂ. എന്തായാലും വിഷങ്ങൾ കോരിച്ചെറിയുന്നത് നമുക്കൊരു മടിയില്ലാതെ ഇതുപോലെ ഒഴുക്കി ഇറക്കി നമ്മൾ വിഷങ്ങൾ, അതിന്റെ ദുരന്തം പല രീതിയിൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങി. നമ്മൾ എൻഡോസൾഫാൻ അടിച്ച കാസർഗോഡിന്റെ കാര്യം പറയും, പക്ഷെ നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിൽ എന്താ ഉള്ളത്? നമുക്ക് വരുന്ന പച്ചക്കറി കൂടുതൽ വരുന്നത് ഇപ്പം ഈ സമരം വന്നുകൊണ്ട് കർണാടകത്തിൽ നിന്ന് കൊണ്ടുവരാൻ തുടങ്ങി. അവിടെ വ്യത്യസ്തം വരുന്നില്ല. അതിന് മുമ്പ് വന്നിരുന്നിട്ട് ഒട്ടൻചിത്രം ഭാഗത്ത് നിന്നായിരുന്നു തമിഴ്നാട്ടില്. ഒട്ടൻചിത്രമാണ് ഏറ്റവും വലിയ പച്ചക്കറിയുടെ കേന്ദ്രം. അവിടെ ഞാൻ 6-7 വീടുകളിൽ പ്രാവശ്യം പോയിരുന്നു ഒരു സെമിനാറിന്റെ ഭാഗമായിട്ട്. എല്ലായിടത്തും ഞാൻ കണ്ടത് 5000 കിലോയിൽ കുറഞ്ഞ വിഷം ഒരു വീട്ടിലും ഇല്ല. ഏറ്റവും കുറവ് 5000 കിലോയെങ്കിലും ഉണ്ട്. ഈ 7 വീട്ടിൽ പോയിരുന്നു. 7 വീട്ടിൽ ഞാൻ ഒരേ ചോദ്യം ചോദിച്ചു, ഈ പച്ചക്കറി തന്നെയാണോ നിങ്ങൾ കഴിക്കുന്നത്? എല്ലായിടത്തും എനിക്ക് ഒരേ ഉത്തരവ് കിട്ടുക, അല്ല, അവരാരും ഈ പച്ചക്കറി കഴിക്കില്ല. അവർ കഴിക്കാൻ വിഷം അടിക്കാത്തവർ വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേരള സ്പെഷ്യലാണ്. ഞാൻ തിരിച്ചവരോട് അടുത്തൊരു ചോദ്യം ചോദിച്ചു, ക്രൂരതയല്ലേ നിങ്ങൾ കാണിക്കുന്നത്? അവരതിന് പകരം എന്നോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ കടയിൽ, അവിടെ പച്ചക്കറി കടയിൽ ചീര വന്നിരിക്കുന്നു, ചീരയിൽ പുഴു കുത്തിയ പാടുള്ള ചീരയുണ്ട്, ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഏത് മേടിക്കുന്നു ചോദിച്ചു. സ്വഭാവമായിട്ട് നമ്മൾ പുഴു കുത്താത്തത് മേടിക്കുള്ളൂ. പാവയ്ക്ക് ചെറുതിരിപ്പുണ്ട്, ഈ വണ്ണം ഉള്ളതുകൊണ്ട് ഏത് വാങ്ങുമെന്ന് ചോദിച്ചു. നമ്മൾ ഏറ്റവും വലുത് വാങ്ങുള്ളൂ, വാങ്ങുള്ളൂ. അത്രയും വലുത് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ വിഷം അടിക്കാതെ പറ്റില്ല. കാരണം പുഴുവൊന്ന് കുത്തിയെങ്കിൽ അത് വിഷം ലേശം കുറവാണെന്ന് ചിന്തിക്കാനുള്ള ബോധ്യം നമുക്ക് പോയില്ല. ആ ഒരു ദുരന്തത്തിന്റെ ബാക്കിപത്രം ആദ്യം കണ്ടത് ഇതിനെയായിരുന്നു. ഒരു കാലം നമ്മൾ എവിടെയും കാണുന്നത് ഉരുവിക്കൂടെ അല്ലേ, തൂക്കണാങ്കുരുവി. ഇത് കാണാനുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. പാലക്കാട് ജില്ലത്തിൽ തെങ്ങില്ലായിരുന്നു. പക്ഷെ ഇത് അതിന്റെ ജീവിതകാലത്ത് ഒരുപിടി നെല്ലേ കഴിക്കുള്ളൂ. പക്ഷെ ഇതിന്റെ മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞ് തൂവൽ വെച്ച് പറക്കാനാണെങ്കിൽ ഒരു തൂക്കത്തിന്റെ 10 ഇരട്ടിയെങ്കിലും പുഴു തിന്നണം. ഈ പുഴുക്കളെ മുഴുവൻ പിടിച്ച് പാടത്തുന്നതാണ്. നമ്മൾ വിഷമേറ്റ പുഴുക്കളെ തിന്ന് ഇതിനെ മുട്ട വിരിയാതായിരിക്കും. അങ്ങനെ ഈ പക്ഷി അന്യം നിന്നോണ്ടിരിക്കുക. പക്ഷെ ഇതൊന്നും നമ്മൾ പഠിച്ചില്ല. പഠിക്കാതെ ഇങ്ങനെ ദുരന്തങ്ങൾ വേറെ രീതികളിൽ ആദ്യം ആരംഭിച്ചു. ഗർഭത്തിലുള്ള ശിശുവിന് സഹിതം ബാധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ വിഷങ്ങൾ മുഴുവൻ പോകുന്നത്. അതിന്റെ അടുത്ത അവസ്ഥ എൻഡോസൾഫാൻ അടിച്ച കാസർഗോഡ് പോകണ്ട. കഴിഞ്ഞ മെയ്യിലെ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളന സമയത്ത് പട്ടാമ്പിക്കടുത്ത് ഞാങ്ങാട്ടിൽ വെച്ചായിരുന്നു. 2 ആൾക്കാർ വന്നിരുന്നു.
അവരുടെ ഗ്രാമത്തിൽ അതിന് തൊട്ടടുത്ത് വല്ലപ്പുഴ പഞ്ചായത്തിൽ കുറുവട്ടൂർ എന്നൊരു ഗ്രാമം 7 വർഷം പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരു പാർട്ടി 20 ഏക്കർ സ്ഥലം എടുത്തിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്യുന്നു. ആ പൈനാപ്പിളിനകത്ത് വിഷം അടിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിൽ അതിന് ചുറ്റും ഈ പൈനാപ്പിൾ കൃഷിയുടെ ചുറ്റുമുള്ള താമസിക്കുന്ന 2 പേരാണ് വന്നത്. അവരുടെ വീടുകളിൽ കഴിഞ്ഞ 2 വർഷം ഉണ്ടായ ഗർഭം അലസി പോകുന്നു പെൺകുട്ടികളുടെ. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞ ഒരു പഠനം നടത്തണമെന്ന് പറയും. ഞാൻ ചോദിച്ചാൽ അവിടെ എത്ര വീടുണ്ടോ ചുറ്റും അതവർക്കറിയില്ല. കാരണം മലയാളിയുടെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. നമ്മുടെ അയലോക്കത്ത് താമസിക്കുന്ന ആരാണെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ ഞങ്ങളവിടെ ചെന്നു അതിന് ചുറ്റും 32 വീടുണ്ട്. ഈ 32 വീട്ടിലായിട്ട് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 9 അബോർഷൻ നടന്നിരിക്കുന്നു. ഓരോ വീട്ടിലും 32 വീട്ടിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ട്. കാണുന്നത് തുടങ്ങുന്നത് എങ്ങനെയാണ്? കാലിൽ ഇങ്ങനെ കറുത്ത പാട് പോലെ വരും, അതങ്ങ് പൊട്ടി ഒഴുകുക അവര്. അതിന്റെ അടുത്ത റൗണ്ട് 162 വീടുണ്ട്. അതിൽ 78 വീട്ടിലും പ്രശ്നമാണ്, ഒരാൾക്കെങ്കിലും പൊട്ടി ഒഴുകുന്നത്. ഞങ്ങൾ വേഗം റിപ്പോർട്ട് ഇതാക്കി കളക്ടർക്ക് കൊടുത്തു. പക്ഷെ ഞങ്ങൾ ആ പോക്കില് ഒരു വീട്ടിൽ കയറുമ്പോൾ അവിടെ നിന്നുള്ള ഒരാളെ കൂട്ടി അടുത്ത വീട്ടിലോട്ട് പോയി. അങ്ങനെ ഈ വീട്ടുകാർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമായി. അവിടെ അടുത്ത ദിവസം വിഷം അടിക്കാമെന്നൊക്കെ അവർ തടഞ്ഞു. അപ്പം ഇന്ന് അവിടെ മരുന്ന് പോകണ്ട. ഇടുക്കിയിലിപ്പം സാധാരണ ഈയിടെ 1-2 വിഷയത്തിൽ പോയ ചെന്ന ഗ്രാമങ്ങളിലെല്ലാം ഉണ്ട് അങ്ങനെ വിഹിന്റെ മന്ദബുദ്ധികളായ കുട്ടികൾ. കേരളം മുഴുവൻ ഈ അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഈ ദുരന്തങ്ങൾ നമ്മൾ കാണുന്നതിനൊക്കെ അപ്പുറമായി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം കുട്ടികളില്ലാത്ത ഒരു ഗ്രാമം പോലും ഇത് കേരളത്തിലില്ല. ഇവിടെ അടുത്ത ചോദ്യം തന്നെ ഉള്ളൂ, നമ്മുടെ വീട്ടിൽ നാളെ നമുക്ക് ഇത് തന്നെ കാണേണ്ടി വരുമെന്നുള്ളതാണ്. എന്നാണ് അവസ്ഥ ഇവിടെ എത്ര ഭീകരമായിരിക്കുന്നത്. ഇതിന് പുറകെ അടുത്തത് കൊണ്ടുവന്നു വ്യവസായ വിപ്ലവം. ഒരു വ്യവസായം എന്തിനാണ്? നമ്മുടെ ജീവിതത്തിന് സപ്പോർട്ട് പിന്തുണ നൽകാൻ വേണ്ടിയാണ്. പക്ഷെ ഇന്നത്തെ വ്യവസായങ്ങൾ 99% എന്താണ്? മാലിന്യം മുഴുവൻ ഇവിടെയും എൻ പ്രൊഡക്റ്റ് അതുണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തിന് പിന്തുണയ്ക്കല്ല, ആർഭാടത്തിന് വേണ്ടിയാണ്. ആർഭാടത്തിലുള്ള ഈ സാധനം മുഴുവൻ സാഹിബിന് കയറ്റി അയക്കാനുള്ളതാണ്. അപ്പം മാലിന്യം ഇവിടെ, നല്ല സാധനം സാഹിബിന്. ആ രീതിയിലാണ് നമ്മുടെ ഈ വ്യവസായങ്ങൾ 99% എന്നുള്ളത്. അത് വായു മുഴുവൻ മലിനമാക്കുന്നു, വെള്ളം മുഴുവൻ മലിനമാക്കുന്നു. ഓരോ ഫാക്ടറിയുടെ ചെന്ന് നോക്കിയാൽ കാണാം, ആ അവരുടെ അവസാനത്തെ മാലിന്യം മുഴുവൻ ഒഴിച്ചിട്ട് നമ്മുടെ ഏതെങ്കിലും പുഴയുടെ മുഴുവൻ മലിനമാക്കിക്കൊണ്ടിരിക്കുക. അടുത്തൊരു വിപ്ലവം കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് മുഴുവൻ വിപ്ലവങ്ങളായിരുന്നു. വ്യവസായ വിപ്ലവം, ഹരിത വിപ്ലവം, ക്ഷീര വിപ്ലവം. ക്ഷീര വിപ്ലവത്തിൽ എന്താ ചെയ്ത്? നമുക്ക് ഓരോ പ്രദേശത്തിന് അനുയോജ്യമായ ഒരു കാര്യസമ്പത്ത് ഉണ്ടായിരുന്നു. വെച്ചൂർ പശു മാത്രമല്ല, പാലക്കാട് നാടനുണ്ട്, ഹൈറേഞ്ച് ഡ്വാർഫുണ്ട്, കാസർഗോഡുണ്ട്, വടകര ലോക്കലുണ്ട്. ഓരോ പ്രദേശത്തിനും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി അഡാപ്റ്റ് ചെയ്ത ഒരു കാര്യസമ്പത്ത്. ഇതിനെ മുഴുവൻ നിയമം മൂലം നിരോധിച്ചിട്ടാണ് നമ്മൾ തണുപ്പ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ പശുക്കളെ കൊണ്ടുവന്നത്. ജേഴ്സി, ഹോൾസ്റ്റൈൻ ഫ്രീസർ. നമ്മുടെ ഇവിടെ ചൂട് കാലാവസ്ഥയിലുള്ള പശുവിന്റെ കൊഴുപ്പ് വളരെ സോഫ്റ്റ് ആണ്, ദഹിക്കാൻ എളുപ്പമാണ്. പക്ഷെ തണുപ്പ് സ്ഥലത്തുള്ള പശുവിന്റെ കൊഴുപ്പ് കട്ടി കൂടിയതാണ്. കൊഴുപ്പിന്റെ ദഹനമാണ് ശരീരം ചൂടാക്കുന്നത്. അപ്പൊ ശരീരം തണുപ്പ് സ്ഥലത്തുള്ള പശുവിന്റെ ശരീരം എപ്പോഴും ചൂടായിരിക്കണം. അതുകൊണ്ട് കട്ടിയുള്ള കൊഴുപ്പാണ്. നമുക്കിവിടെ എപ്പോഴും ചൂടാണ് 6 മാസം. ഇവിടെ ഒരിക്കലും ശരീരം വീണ്ടും ചൂടാകാൻ പാടില്ല. പക്ഷെ ഈ പശുവിനെ പാലേ നമുക്കിപ്പോൾ കിട്ടാനുള്ളൂ. അതോടെ തന്നെ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. ഇതിലാണ് ആദ്യം നമ്മൾ ഏറ്റവും വലിയ